വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് മരിച്ചു. സോനയുടെ ഭർത്താവ് രജിൻ ലാലാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ ഇതാ രജിൻ ലാലും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അന്ന് ആ കാറിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്നറിയാമായിരുന്നു. ഒരേ ഒരാളായിരുന്നു രജീഷ് എന്ന് പറയുന്നത്. ഇപ്പോഴിതാ അദ്ദേഹവും മരണപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് നാളെ സംസ്കാരം ഉണ്ടാവുക? എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് അവിടെ നിന്നും? ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് നാടിന് ഞെട്ടിച്ച സംഭവം ഉണ്ടായത്. പേരാമ്പ്രയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഗർഭിണി 6 മാസം ഗർഭിണിയായ യുവതി മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ സമയത്ത് ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ഭർത്താവ് രജിൻ ലാൽ. അദ്ദേഹം ഈ കാറിനുള്ളിൽ തീ പ്രത്യക്ഷമായ ഉടൻ തന്നെ പുറത്തേക്ക് ചാടുകയും പിന്നീട് അടുത്തുള്ള ഒരു കൈത്തോട്ടിൽ ഇറങ്ങി ശരീരത്തിലെ തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 60% പൊള്ളലാണ് അദ്ദേഹത്തിന് ഏറ്റിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്ത് ഇന്ന് വൈകുന്നേരം 5:00 അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും നേരത്തെ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. കാറിനുള്ളിൽ നിന്നപ്പോൾ പെട്രോളിന്റെ ഗന്ധം അനുഭവപ്പെടുകയും താൻ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി എന്താണ് സംഭവം എന്ന് ചോദിക്കുകയും തീ ആളുകയുമായിരുന്നു എന്നാണ് മൊഴി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സോനയുടെ മരണം, ഈ ഭാര്യ സോനയുടെ മരണവുമായി ബന്ധപ്പെട്ട് സോനയുടെ കുടുംബം രജിൻ ലാലിനെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. അവരുടെ വിവാഹ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ, വഴക്കുകൾ മറ്റുമൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് വലിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഈ സോന നേരിടേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ടൊരു കൊലപാതകം ആണ് എന്ന രീതിയിലായിരുന്നു ആദ്യ ഘട്ടത്തിലെ ആരോപണം വരുന്നത്. പ്രത്യേകിച്ചും ഈ വാഹനം കത്തിയപ്പോൾ തന്നെ രജിൻ ലാൽ പുറത്തേക്ക് ഇറങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചത്. ഒപ്പം ഈ കാറിന് സാങ്കേതികമായ തകരാറുകൾ, ഈ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എഞ്ചിൻ ഭാഗത്തിന് തകരാറുകളോ മറ്റും ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ലീക്കോ അങ്ങനെയൊന്നും പ്രത്യക്ഷമാവുകയും ചെയ്തില്ല. പക്ഷേ പിന്നീട് പോലീസ് ആ ദിവസത്തെ സംഭവങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അന്ന് വൈകുന്നേരം പേരാമ്പ്രയ്ക്കടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോളുമായി ഈ സോന പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. ഇതിന് അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഏതാണ്ട് പോലീസ് എത്തി വരികയായിരുന്നു. ഭർത്താവുമായുള്ള ഈ കുഴപ്പങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ വഴക്കിനെ തുടർന്ന് ഈ സോന പെട്രോൾ ഒഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുകയും ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിരുന്നത്. എന്തായാലും പ്രാഥമികമായ ഒരു വിവരങ്ങളാണ് രജിൻ ലാലിൽ നിന്നും കിട്ടുകയും ചെയ്ത് ഈ കാര്യത്തിലൊക്കെ അടക്കം അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ രജിൻ ലാലും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. നാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.